മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര ട്രാംബേ റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന്റെ വശങ്ങൾ കെട്ടി സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ചാലക്കുടി പറമ്പിക്കുളം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ശേഷിപ്പാണ് വെള്ളിക്കുളങ്ങര മോനൊടി ട്രാംവേ റോഡ്. 1962 ട്രാംവേ നിർത്തലാക്കിയതോടെ പഴയ ട്രാംവേ ലൈൻ പൊളിച്ചുമാറ്റി റോഡാക്കി മാറ്റി. ഈ ഭാഗത്ത് റോഡിന് ഇരുവശത്തു നിന്ന് 15 മീറ്ററിലധികം താഴ്ചയുണ്ട്. റോഡ് വശത്ത് സംരക്ഷണ ഭിത്തിയില്ലാത്തതാണ് വശങ്ങൾ ഇടിഞ്ഞു താഴാൻ കാരണം. സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും ഭാരവാഹനങ്ങളും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണിത്. പല സ്ഥലത്തും റോഡിനോട് ചേർന്ന് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ അപകട ഭീഷണിയാണ്. ഇതിന് തൊട്ടടുത്ത് എന്ന് പറയുന്നത് 2 സ്കൂളുകളാണുള്ളത്. ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇതിലെ കടന്നു പോകുന്നത്, സ്കൂൾ വണ്ടികളൊക്കെ കടന്നു പോകുന്നത് ഈ വഴിക്കാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അവസ്ഥ എന്ന് പറയുന്നത് ഈ പാലത്തിൻ്റെ 2 സൈഡും ആകെ പൊളിഞ്ഞ് താറുമാറായിരിക്കുകയാണ്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഒരു ബസ്സൊക്കെ കടന്നു വരുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വഴി മാറി നിൽക്കാൻ പോലും സ്ഥലമില്ല. ഒരു സൈഡ് ഇടിഞ്ഞു പോയി. അപ്പോൾ വർഷങ്ങളായിട്ടൊരു അനാസ്ഥ തുടരുകയാണ് ചെയ്യുന്നത്. ഇത് കെട്ടി ഇത് സുരക്ഷിതമാക്കിയില്ലെങ്കിൽ ഇവിടെ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വേസ്റ്റുകൾ ഒരുപാട് പേര് വേസ്റ്റ് കൊണ്ടുവന്നിടുന്നുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് നടപടി എടുത്തുകൊണ്ട് നമുക്ക് ഈ ട്രാംവേയുടെ 2 സൈഡും മതിൽ കെട്ടി അല്ലെങ്കിൽ സുരക്ഷിതമാക്കിക്കൊണ്ട് ഒരു വണ്ടിക്ക് കടന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ മഴക്കാലത്തും റോഡിന്റെ വശത്തെ മണ്ണ് ഇടിഞ്ഞു താണിരുന്നു. ഏത് സമയത്തും റോഡ് ഉൾപ്പെടെ താഴ്ചയിലേക്ക് നിരങ്ങി ഇറങ്ങിയേക്കാവുന്ന സ്ഥിതിയാണ്. പ്രദേശത്തെ അപകടസ്ഥിതി ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ട അധികൃതരെയും അറിയിച്ചിട്ടും ഇതുവരെ ഫലം കണ്ടില്ലെന്ന് പൊതുപ്രവർത്തകനായ സജീവ് കുമാർ പറഞ്ഞു. ഈ റോഡിലൂടെ നിരവധി ചരക്ക് വാഹനങ്ങളും ബസ് ഗതാഗതങ്ങളും സ്കൂൾ ബസ്സുകൾ യാത്ര ചെയ്യുന്ന റോഡാണ്. ഇപ്പോൾ ഒരു വർഷത്തിലേറെയായിട്ട് ഇതിൻ്റെ 2 സൈഡുകളും ഇടിഞ്ഞ് താന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണത്. ഒരു ഓട്ടോറിക്ഷ തന്നെ വന്നാൽ ഏത് നിമിഷം പറഞ്ഞ് താഴ്ത്തേക്ക് പോകാവുന്ന ഒരു കണ്ടീഷനാണ് പോരുന്നത്. വെള്ളിക്കുളങ്ങര പരിസ്ഥിതിയുടെ ഭാഗത്തുനിന്ന് ഞാൻ ജില്ലാ കളക്ടർക്ക് മറ്റത്തൊരു പഞ്ചായത്തിലൊക്കെ ഒരു 6 മാസം മുന്നേ വരെ പരാതി കൊടുത്തിട്ടുണ്ട്. യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് അപേക്ഷിക്കാനുള്ള എത്രയും പെട്ടെന്ന് ഇത് വന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ റോഡിൻ്റെ 2 സൈഡുകളും കെട്ടിപ്പൊക്കി റോഡ് വീതി കൂട്ടി നല്ല ബലത്തിൽ ആക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വീതി കുറഞ്ഞ റോഡിന്റെ വശങ്ങൾ കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. ഇത് പ്രദേശത്ത് മാലിന്യ നിക്ഷേപത്തിനും കാരണമാകുന്നുണ്ട്. ഇരുവശത്തു നിന്നും ഒരേ സമയം വാഹനങ്ങൾ വന്നാൽ കാൽനട യാത്രക്കാർക്കും സൈക്കിളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവർക്കും ഒന്ന് മാറി നിൽക്കാൻ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. പാലത്തിനോട് ചേർന്ന ഭാഗത്താണ് സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായിരിക്കുന്നത്. പാലത്തിന്റെ കൈവരികൾ ശോചനീയാവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ചരിത്രമുറങ്ങുന്ന വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിലൂടെയുള്ള യാത്ര അപകട ഭീഷണിയായി മാറുകയാണ്. കാൽനട യാത്രക്കാരെ ഒട്ടും പരിഗണിക്കാത്ത ഈ റോഡിന്റെ ഇരുവശങ്ങളും ദിനംപ്രതി ഇടിഞ്ഞു താഴുന്ന അവസ്ഥയാണ്. വലിയ അപകടങ്ങൾക്ക് കാത്തിരിക്കാതെ അധികൃതരുടെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.